ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാഹുല് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഇതിനിടയിലുള്ള ഡ്രാമ ആർക്കും അറിയില്ലല്ലോ എന്നിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം രാഹുല് ആ ഒരു കാര്യം ചിന്തിക്കുകയാണ്. അതായത് രൂപയെ രാഹുല് കാണാൻ ചെന്നിരുന്നു. അതേ സമയത്ത് രൂപ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനോട്, ആ ചന്ദ്രസേനനെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അയാളെ എന്തൊക്കെ ചെയ്തിട്ടും അയാളെ കൊല്ലാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലവട്ടം അയാളിൽ നിന്നും എനിക്കാണ് അപകടം പറ്റുന്നത്. എന്നെയാണ് അയാൾ പലവട്ടം ഉപദ്രവിക്കുന്നത്. ഇനിയിപ്പം ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ, നീ തന്നെ അയാളെ കൊല്ലണം എന്ന് പറയാണ്. അപ്പോൾ രൂപ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, എന്തായാലും നിങ്ങൾ തമ്മിൽ 7 കൊല്ലത്തോളം ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം അയാളുടെ കൊള്ളരുതായ്മ കൊണ്ടിട്ട് നീ അയാളെ വേണ്ടെന്ന് വെച്ചു. ഇനിയിപ്പോൾ ഈ അവസരത്തിലും അയാൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നിലേക്ക് അടുക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ നീ അയാളെ സ്നേഹിക്കണം എന്ന് പറയുകയാണ് രാഹുൽ. അത് കേൾക്കുന്ന രൂപ പറയുന്നുണ്ട്, ഏട്ടൻ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് അയാളെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ദേഹത്ത് കൂടെ പാമ്പിഴയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ, എനിക്കറിയാൻ രൂപേ, ഞാൻ പറയുന്നത് വേറൊന്നല്ല, നീ അയാളെ സ്നേഹിക്കണം. എന്നിട്ട് അയാളോട് സ്നേഹിച്ച് അടുത്തതിന് ശേഷം അയാളെ നീ തന്നെ കൊല്ലണം എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രൂപ ഒന്നാലോചിച്ചിട്ട് പറയുന്നുണ്ട്, ശരി, അങ്ങനെ ഞാൻ ചെയ്തോളാം, ഏട്ടൻ പറയുന്ന പോലെ ആവട്ടെ എന്ന് പറയുമ്പോൾ രാഹുൽ ഞെട്ടുകയാണ്. രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്തായാലും എനിക്ക് സന്തോഷമായി രൂപേ, ഞാൻ വിചാരിച്ചില്ല നീ ഇതിന് സമ്മതിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രൂപ അങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ് കാറിൻ്റെ അരികിലേക്കായിട്ട്. അപ്പോൾ രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും എൻ്റെ ഭർത്താവിനോടും എൻ്റെ മക്കളോടും എനിക്ക് ഒന്നിക്കണമെന്ന്, എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ എങ്ങനെ നടക്കുകയായിരുന്നു. എന്തായാലും ഇയാളുടെ ഈ ബുദ്ധി എനിക്ക് അത് ഉപകാരമായി. ഇയാളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ദൈവമാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ആ രൂപ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം രാഹുൽ ആലോചിച്ച് നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് തന്നെ അവരങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട്, ഈ നടന്ന സംഭവങ്ങളൊക്കെ അത് കണ്ടുകൊണ്ട് അവിടേക്ക് മനുവും സരയും വരികയാണ്. അപ്പോൾ അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. രാഹുൽ ഒറ്റയ്ക്ക് ചിരിക്കുന്നത് കാണുമ്പോൾ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സരയും. അപ്പോൾ ആ സമയത്ത് രാഹുൽ സരയുവിനെ ഒന്ന് നോക്കുകയാണ്. എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്തിനാ ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ചിരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും അച്ഛനൊന്നും പഠിക്കാറായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ചിരിച്ചു എന്ന് രാഹുൽ മറുപടി പറയുകയും ചെയ്യുകയാണ്. അതേ സമയത്ത് മനു പറയുകയാണ്, ഇപ്പോൾ ചൂടൊക്കെ വല്ലാതെ കൂടുതലല്ലേ, ഇയാൾക്ക് ചൂട് കൂടുതലായി, പ്രാന്ത് മൂത്തതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതിനൊരേ ഒരു മാർഗമുള്ളൂ, എത്രയും വേഗം അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം എന്ന് പറയുകയാണ് നമ്മുടെ സരയും. അപ്പോൾ സരയ് പറയുന്നുണ്ട്, അവിടെ ചെന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് ഞങ്ങൾക്ക് വല്ലാതെ ആയിരിക്കുകയാണ്. അമ്മതേ വാഴ വെട്ടിട്ട പോലെ കിടക്കുന്നുണ്ട് അവിടെ, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് അമ്മ ഉള്ളത് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം എത്രയും വേഗം ഈ രാജ്യം വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അച്ഛൻ എന്തായാലും ഞങ്ങളുടെ കൂടെ വരുന്നില്ലെന്നല്ലേ പറഞ്ഞതെന്ന് സരയ് പറയുമ്പോഴും രാഹുൽ പറയുന്നുണ്ട്, എന്തായാലും മോളെ നിങ്ങൾക്ക് ഇവിടുന്ന് രാജ്യമൊന്നും വിടാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഇവനറിയാം എന്ന് പറയുന്നുണ്ട് മനുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട്. അച്ഛൻ ഇവനെ എന്ന് പറഞ്ഞുകൊണ്ട് മനുവേട്ടനെ ചൂണ്ടിക്കാണിക്കുന്നു. വേണ്ട, മനുവേട്ടനോടുള്ള ദേഷ്യമൊക്കെ അച്ഛൻ മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അച്ഛന് മുഴുത്ത വട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സരയു രാഹുലിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപയെയാണ്. രൂപ അങ്ങനെ രാഹുൽ ആലോചിച്ച കാര്യങ്ങളെല്ലാം തന്നെ സേനനോടും കിരണിനോടും കല്യാണിയോടും സോണിയോടുമായിട്ട് പറയുകയാണ്. അവരെല്ലാവരും ഒരു ഞെട്ടലോടുകൂടി അങ്ങനെ രൂപയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതായിരുന്നു സംഭവിച്ചത്. എന്തായാലും എൻ്റെ മക്കളോടും എൻ്റെ ഭർത്താവിനോടും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന, ഇനിയിപ്പോൾ ആരെയും പേടിക്കാതെ എനിക്ക് അങ്ങനെ കഴിയാം. പിന്നെ ശാരിയും സരയും ഇതറിഞ്ഞിട്ടില്ല. നമ്മുടെ ശാരിയാണെങ്കിൽ കത്തി പോലെയാണ്, അവള് എല്ലായിടത്തും പറഞ്ഞു നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലും അല്ല അമ്മ എങ്കിലും എന്നൊക്കെ പറയുമ്പോൾ ഒരാളും പേടിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് നമ്മുടെ കല്യാണിയോട് വേഗം തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളാം, കണി ഒരുക്കിക്കോളാനൊക്കെ ഞാൻ പറഞ്ഞതെന്ന് രൂപ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മരണം ഇപ്പം അടുത്ത് തന്നെ ഉണ്ടാകും, അവൻ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലേ എന്നിങ്ങനെ നമ്മുടെ സേനനം പറയുമ്പോൾ, അത് എന്നെക്കൊണ്ട് തന്നെ കുട്ടികളുടെ അച്ഛനെ കൊല്ലിക്കാനാണ് അയാളുടെ പരിപാടി എന്ന് പറയുന്നു. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞവർ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യമാണ്, ആളെ കൊല്ലാനുള്ള ദേഷ്യമാണ് വരുന്നതെന്നൊക്കെ
കിരൺ പറയുന്നുണ്ട് എന്തായാലും ഇവരെയൊക്കെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് രണ്ടുപേർക്ക് അമേരിക്കയിലോട്ട് പോകാമെന്ന് നമ്മുടെ സേനനും രൂപയും പറയുന്ന സമയത്ത് അത് ശരി ഞങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും അമേരിക്കയിലോട്ട് പോകാനുള്ള പരിപാടിയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ. ആ സമയത്ത് നിനക്ക് ഇവിടെ ബിസിനസ് ഒക്കെ ഉള്ളതല്ലടാ എന്ന് പറയുമ്പോൾ ബിസിനസ് ഒന്നും ഞങ്ങൾക്ക് ഒന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കണം സന്തോഷത്തോടു കൂടി, അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് ബിസിനസ് ഒക്കെ ഉള്ളൂ എന്ന് കിരണും കല്യാണിയൊക്കെ പറയാം. എല്ലാവർക്കും പോകുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് തന്നെ പോകാമെന്ന് കല്യാണിയും തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തോടുള്ള ആ നിമിഷം നമ്മുടെ യാമിനിയുടെ കയ്യിൽ കിരൺ ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്തായാലും യാമിനി ചേച്ചി ഞങ്ങൾ എല്ലാവരെയും കൂടി ഒരു ഫോട്ടോ എടുത്തേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെൽഫി എടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് രൂപ. അത് വേണ്ട, നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ യാമിനി അവരെല്ലാവരെയും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ 2-3 ഫോട്ടോ ഒക്കെ അങ്ങനെ ഫോണിൽ എടുക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ കിരൺ കല്യാണിയും കൂടി പുറത്തേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെ അവിടേക്ക് വിക്രവും വരുന്നുണ്ട്. അങ്ങനെ വിക്രവും കല്യാണിയും കിരണും തമ്മിൽ പ്രശ്നം ഉണ്ടാകുകയാണ്. സ്വാതിയും ഞാനും തമ്മിലുള്ള വിവാഹം മുടങ്ങിയപ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചു, അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു ജീവിതം കിട്ടി. അതേ സ്ഥാനത്ത് സോണിയുടെ ജീവിതം കണ്ടില്ലേ, അവൾ ഇപ്പോഴും നിരയിച്ച് ജീവിക്കില്ല, അവൾക്ക് ഒരിക്കലും വേറൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല, അവളെ ഞാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ വിക്രം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കല്യാണിക്കും കിരണിനും ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ കല്യാണി അവൻ്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുകയും അവൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുകയാണ്. ഡി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം എതിർത്ത് നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കിരൺ പറയാണ് എൻ്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കുമെടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ തല ഞാൻ മൊട്ടയടിച്ച് നിങ്ങളുടെ മുന്നിൽ വരുമെന്ന് വിക്രം പറയുമ്പോൾ ഇതിന് മുന്നും നിങ്ങൾ ഇതുപോലെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീയും നിന്റെ അച്ഛനുമൊക്കെ, എന്നിട്ടും നിങ്ങൾ അതൊന്നും അനുസരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഇതതുപോലെയല്ല എന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ പറയാണ് എന്നാൽ നീ അതിന് തയ്യാറായിക്കോ, എന്തായാലും നിന്റെയും നിന്റെ അച്ഛൻ്റെയും വാക്ക് പോലെയല്ല എൻ്റേത്, ഞാൻ എന്തായാലും എൻ്റെ പെങ്ങളുടെ വിവാഹം നടത്തിയിരിക്കും, നിനക്കത് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അവർ തമ്മിൽ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം കിരണും കല്യാണിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ മുഖവും പൊത്തിയിട്ട് ഇങ്ങനെ വല്ലാത്തൊരു വിഷമത്തോടു കൂടി വേഗം ചെല്ലുകയാണ് വീട്ടിലേക്കായിട്ട്. അപ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട് എന്താ മോൻ്റെ കവിളിൽ ഒരു അടയാളം, ഒരു പാടുണ്ടല്ലോ, മോൻ ആരെങ്കിലും തല്ലിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ശരണ്യ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വിക്രം പറയാണ് അതെ അച്ഛൻ്റെ മോൾ എന്നെ തല്ലി എന്ന് പറയുമ്പോൾ ആര് കാദംബരിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാദംബരി ചേച്ചി എന്നെ തല്ലിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു, ഇത് അച്ഛൻ അംഗീകരിക്കാത്ത ഒരു മകളില്ലേ അവളാണ് എന്നെ തല്ലിയത് എന്ന് പറയുമ്പോൾ അവളെന്തിനാ എൻ്റെ മോനെ തല്ലിയത്, അവളെ ഞാനിന്ന് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവളുടെ നാത്തൂൻ്റെ കല്യാണം മുടങ്ങിയില്ലേ അതിൻ്റെ ദേഷ്യമാണ് എന്നോട് കാണിച്ചത് എന്ന് വിക്രം പറയുന്നുണ്ട്. അതേ സമയത്ത് അവളുടെ നാത്തൂൻ്റെ കല്യാണം മുടങ്ങിയാൽ അവൾക്ക് എന്താ, അവൾ എൻ്റെ മകനെ എപ്പോഴും ഉപദ്രവിക്കുന്നുണ്ട്, അവളെ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി വിക്രം നമ്മുടെ പ്രകാശൻ കല്യാണിയെ തല്ലാനുള്ള ഒരു പുറപ്പാടിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ശരണ്യ തടയുന്നുണ്ട്. ശരണ്യ പറയുകയാണ് നിന്റെ അച്ഛനെ മര്യാദയ്ക്ക് നിന്റെ അച്ഛനെ ഇവിടെ നിർത്തിക്കോ, നിനക്ക് അതാണ് നല്ലത്, എന്തിനാണ് വല്ലോരെന്നൊക്കെ അടി മേടിക്കാൻ നിൽക്കുന്നത്, എന്തായാലും ഞാൻ തരാനുള്ളതാണ് തന്നത്, പിന്നെ നിന്നെ ഞാൻ മര്യാദയ്ക്ക് ആയതുകൊണ്ടാണ് നീ അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടന്ന് ആ കുറ്റവാളികളുടെ ഇടിയൊക്കെ കൊള്ളേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ എൻ്റെ ഔദാര്യം കൊണ്ടാണ് നീ അതൊന്നും സാധിക്കുക, അതിൽ കൂട്ടിയാൽ മതി ഈ ഒരു തല്ല് എന്നൊക്കെ പറയാണ്. അതിനുശേഷം പറയുന്നുണ്ട് എന്തായാലും നീ നിൻ്റെ അച്ഛനെ വെറുതെ നിർത്തിക്കോ, അന്ന് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയപ്പോൾ കല്യാണിയാണ് എൻ്റെ അമ്മയെ നിൻ്റെ ആ മാലൊക്കെ വാങ്ങിച്ചു കൊടുത്തത്, എന്നിട്ട് കല്യാണിയെ ചതിക്കുകയാണ് എൻ്റെ അമ്മ ചെയ്തത് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കോടതി മുറിയിൽ വെച്ചിട്ട് എൻ്റെ അമ്മയെ കല്യാണി ഒരു നോട്ടം നോക്കിയായിരുന്നു, ആ നോട്ടത്തിൽ തന്നെ ഞങ്ങൾ വല്ലാതെ ദഹിച്ചു പോയതാണ്, അപ്പോൾ അതുകൊണ്ട് നീ അടങ്ങി നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട് നമ്മുടെ വിക്രത്തിനോടായിട്ട്. അപ്പോൾ പ്രകാശൻ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ അങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്